1 കൊരിന്ത്യർ 11 അധ്യായത്തിലാണ്. അതിൻ്റെ 1 കൊരിന്ത്യർ 11 അധ്യായത്തിൻ്റെ 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമ്മൾ തുടർച്ചയായി ചിന്തിക്കുന്നതിൻ്റെ 1 കൊരിന്ത്യർ 11 അധ്യായം 17 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങൾ ഞാനത് വായിക്കാം, ശ്രദ്ധിച്ചിരുന്നാലും. ഇനി ആജ്ഞാപിക്കാൻ പോകുന്നതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്ര ഇടയാകുന്നത്. ഒന്നാമത്, നിങ്ങൾ സഭ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. ഏതാനും വിശ്വസിക്കുകയും ചെയ്യുന്നു. നിങ്ങളിൽ കൊള്ളാകുന്നവർ വെളിവാകേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങളും ഉണ്ടാകേണ്ടത് തന്നെ. നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിൻ്റെ അത്താഴമല്ല കഴിക്കുന്നത്. ഭക്ഷണം കഴിക്കയിൽ ഓരോരുത്തൻ താന്താൻ്റെ അത്താഴം മുമ്പേ കഴിക്കുന്നു. അങ്ങനെ ഒരുവൻ വിശന്നും മറ്റൊരുവൻ ലഹരി പിടിച്ചും ഇരിക്കുന്നു. തിന്നുവാനും കുടിപ്പാനും നിങ്ങൾക്ക് വീടുകളില്ലയോ? അല്ല, ദൈവത്തിൻ്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിച്ച് ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കുന്നുവോ? നിങ്ങളോട് എന്തു പറയണ്ടോ? നിങ്ങളെ പുകഴ്ത്തുകയോ? ഇതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. കൊരിന്ത്യർ ലേഖനത്തെപ്പറ്റി നമുക്കറിയാം. Friends, for you, I think it is visible for you, right? No need of translation in English, okay? You can manage? Yeah, thank you. ഈ ഭാഷകളുടെ തിരിമറി എനിക്ക് അത്ര വശമില്ല. ഏതെങ്കിലും ഒന്ന് പിടിച്ചാൽ അങ്ങനെ അങ്ങ് പോവുക. സ്റ്റിൽ ഐ വിൽ ട്രൈ, ഓക്കെ? കൊരിന്ത്യ ലേഖനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഹൂദ ക്രിസ്ത്യാനികളുടെ പശ്ചാത്തലവും കൊരിന്ത്യ വിശ്വാസികൾ അല്ലെങ്കിൽ മറ്റ് ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് വന്നിട്ട് ക്രിസ്തീയ വിശ്വാസത്തിനും രണ്ട് തലങ്ങളാണുള്ളത്. അതുകൊണ്ടാണ് നമ്മളിത് പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടി വരുന്നത്. യഹൂദ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ന്യായപ്രമാണങ്ങളുടെ ഒരു ട്രാൻസ്ലേഷൻ്റെ ആവശ്യമുള്ളൂ. അതിൻ്റെ ഒരു വിശദീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന ഒരു ന്യായപ്രമാണത്തെ യേശു കർത്താവ് വ്യാഖ്യാനിച്ച് പറയുന്നു, സ്ത്രീയെ നോക്കുന്നവൻ, തെറ്റായി നോക്കുന്നവൻ തന്നെ അവൻ്റെ ഹൃദയം കൊണ്ട് തെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അമൂർത്ത തലം അല്ലെങ്കിൽ അതിൻ്റെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള റിയാലിറ്റി പറഞ്ഞു കൊടുത്താൽ മതി, അത് വ്യക്തതയുണ്ട്. പക്ഷേ മറ്റ് വിശ്വാസങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ, മറ്റ് വിശ്വാസ തലങ്ങളിൽ നിന്ന് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതങ്ങനെ മനസ്സിലാവില്ല. കാരണം ഒരു പക്ഷേ അവർ വിശ്വസിക്കുന്നതിൻ്റെ നേരെ എതിരായിരിക്കും പലപ്പോഴും ക്രിസ്തീയ വിശ്വാസം പറയുന്നത്. ഒന്നിൻ്റെ തുടർച്ചയല്ല, മറിച്ച് മറ്റൊന്നിൻ്റെ നേരെ എതിരെ, ഇതുവരെ വിശ്വസിച്ച് വന്ന കാര്യങ്ങളുടെ വിപരീത ദിശയിലായിരിക്കും ചിന്തിക്കേണ്ടി വരുന്നത്. അടിക്കുന്നവനെ തിരിച്ചടിക്കുക എന്ന് പറയുന്ന വിശ്വാസത്തിൽ വരുന്ന ഒരാളോട്, കീഴ്പ്പെടുത്തണം എന്ന് വിശ്വസിക്കുന്ന ഒരാളോട് നമ്മൾ പറയുക, അല്ല നമ്മൾ ക്ഷമിക്കണം, മറുകവൾ കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അതെങ്ങനെ മനസ്സിലാകുക ആ ഒരു യാഥാർത്ഥ്യത്തെ? അത് പ്രയാസമാണ്. അപ്പോൾ നമ്മൾ ഇന്നുവരെ വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇതുവരെ ഇവിടെയൊക്കെ വണ്ടി ഓടിക്കുന്ന റൈറ്റ് സൈഡാണെന്ന് വിചാരിക്കുക, ലെഫ്റ്റ് സൈഡ് വണ്ടി ഓടിക്കുന്ന എളുപ്പമായിരിക്കുമോ? എത്രമാത്രം പ്രയാസമായിരിക്കും അത്. നമ്മുടെ ടോട്ടൽ ബ്രെയിൻ തന്നെ തിരിച്ചു വെക്കണം. അത് വല്ലാത്തൊരു അപകടം പിടിച്ച പ്രശ്നം. ഇത് തന്നെയായിരിക്കും കണ്ടിന്യൂറ്റി അല്ലാതെ മറ്റൊരു വിശ്വാസത്തിൽ ജനിച്ചു വളർന്ന ഒരാൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ. കാരണം നമ്മൾ കാണുന്ന പലതിൻ്റെ നേർ വിപരീതമാണ് ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങളും സങ്കല്പങ്ങളും അതിൻ്റെ ആശയങ്ങളുമൊക്കെ. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കുറേയൊക്കെ ബ്രെയിൻ ഉള്ളതുകൊണ്ട് പറ്റും. പക്ഷേ അത് ഹൃദയത്തിൽ കൊണ്ടുവന്ന് അത് പ്രാവർത്തികമാക്കുക വളരെ പ്രയാസമാണ്. അടിക്ക് തിരിച്ചടി എന്ന് ശീലിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം എളുപ്പമാണ് ക്ഷമിക്കുക എന്ന് പറയുന്നത്, വളരെ പ്രയാസമാണ്. സോ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് പഠിച്ച് തന്നെ, ശ്രദ്ധയോടെ പഠിച്ചും പരിശീലിച്ചും എടുക്കേണ്ട ഒന്നാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് കൊരിന്ത്യ ലേഖനത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. അവർ ശീലിച്ച ഓരോ കാര്യങ്ങളുടെയും മറുവശങ്ങളെ, ക്രൈസ്തവ ബോധ്യങ്ങളെ, ക്രിസ്തുവിൻ്റെ ശിഷ്യനാകുമ്പോൾ ഉണ്ടാകുന്ന ബോധ്യങ്ങളെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കലാണ് ഈ കൊരിന്ത്യ ലേഖനം. അതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ പിന്നെയും പറയേണ്ടി വരുന്നത്. ഇവിടെ കേൾക്കുന്നതിനകത്ത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഈ പറഞ്ഞ ടെക്സ്റ്റിനകത്ത്, ഈ പറഞ്ഞ വേദഭാഗത്തിനകത്ത്. സോ ഞാൻ അതിലേക്കാണ് പോകുന്നത്. ഇവിടെ പറയുന്നത്, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ആ ടോപ്പിക് എന്ന് പറയുന്നതാണ് റൈറ്റ് വർഷിപ്പ് കോൾസ് ഫോർ റൈറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിയായ ആരാധന എന്ന് പറയുന്നത് ശരിയായ ബന്ധങ്ങൾ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. ശരിയായ ബന്ധങ്ങൾ ആവശ്യമാണ് ശരിയായ ആരാധനയ്ക്ക്.
അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുകയാണ്, ഇനി ഞാൻ പറയാൻ പോകുന്നതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. ഓക്കെ, അപ്പോൾ ഒരു നല്ല കാര്യമല്ല പറയാൻ പോകുന്നത്, എന്തോ സുഖമില്ലാത്ത കാര്യത്തെ അഡ്രസ്സ് ചെയ്യാൻ പോവുകയാണെന്ന് മനസ്സിലാവുന്നു. നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്ക് അത്ര ഇടയാകുന്നു. അതാണ് പ്രശ്നം. നിങ്ങൾ കൂടി വരുന്നുണ്ട്. ഈ കൊരിന്ത്യ സഭയുടെ പ്രത്യേകത എന്താണ്? സകലവിധ ആത്മീയ കൃപാവരങ്ങളും കാര്യമായിട്ട് നടക്കുന്നൊരിടമാണ് കൊരിന്ത്യ സഭ. അന്യഭാഷയുണ്ട്, പ്രവചനമുണ്ട്, സാക്ഷ്യങ്ങളുണ്ട്, വിടുതലുകളുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ തിന്മയുടെ സാധ്യത ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ കൂടി വരുന്നതിനാൽ. എന്താണ് കൂടിവരവ് എന്ന് അർത്ഥമാക്കുന്നത്? കൂടിവരവ് യേശുവിൻ്റെ കാലഘട്ടത്തിലെ കൂടിവരവാണ് ഇവിടെയുള്ള കൂടിവരവ്? അല്ല, വ്യത്യാസമുണ്ട്. യേശുവിൻ്റെ കാലഘട്ടത്തിലുള്ള കൂടിവരവ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ക്രൗഡിൻ്റെ ഒരു ഇഫക്റ്റാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അസ്വസ്ഥരായ അശാന്തിയുള്ള ആളുകളുടെ കൂടിവരവാണ്. അതാണ് യേശുവിൻ്റെ കാലഘട്ടത്തിലുള്ള ജനം കൂടിവരവെന്ന് പറയുന്നത്. രോഗികൾ, ദുഃഖിതർ, പ്രശ്നത്തിലായവർ, പൊളിറ്റിക്കലി അടിച്ചമർത്തപ്പെട്ടവർ, ഇതെല്ലാം ചേർന്ന ആളുകളാണ് യേശുവിൻ്റെ ക്രൗഡ് എന്ന് പറയുന്നത്. ഈ ക്രൗഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ജനക്കൂട്ടത്തിൻ്റെ ജനസഞ്ചയം എന്നാണ് എൻ്റെ ഒരു പദം. ജനക്കൂട്ടത്തിൻ്റെ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അസ്വസ്ഥരായ ജനങ്ങളാണ്. എവിടെയൊക്കെ ഉള്ളവർ? യഹൂദിയയിൽ, ശമരിയയിൽ, അല്ലെങ്കിൽ ശമരിയ കുറവാണ്, ഗലീലി, ആ പ്രധാനപ്പെട്ട മേഖലകളിലുള്ളവരും, ജോർദാൻ അക്കരെയുള്ള ആളുകളും, അങ്ങനെ ഒരു വലിയ 2800 കിലോമീറ്റർ ചുറ്റാലുള്ള ജനസമൂഹങ്ങൾ, ആളുകൾ, നിരാശരായ ആളുകൾ, ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയില്ല, മറ്റൊരു ഭരണം നമ്മളെ ഭരിക്കുന്നു, അവരുടെ ഭരണത്തിനുള്ള അസ്വസ്ഥരായ ജനങ്ങൾ, അവരുടെ പ്രതിസന്ധികൾക്ക് ഉത്തരം തേടിയുള്ള ഓട്ടത്തിനിടയിലാണ് യേശുവിനെ പോലൊരു ഗുരുവിനെ കണ്ടെത്തുന്നത്. അവൻ്റെ അടുത്ത് അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്, വീര്യപ്രവർത്തികളുണ്ട്, സൗഖ്യങ്ങളുണ്ട്, ഈവൻ ഭക്ഷണം വരെയുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് തരക്കേടില്ലാത്ത ഒരു കൂട്ടം, ഒരനുഭവമാണ് യേശുവിന് പിന്നാലെ വരുന്ന ആളുകൾ. ആ ജനക്കൂട്ടം എവിടെ വരെയാണെന്നറിയാമോ? ഹോശാന ഞായറാഴ്ച വരെയുണ്ട്. അവിടെ വരെ അവർ സ്ട്രോങ് ആണ്. നീ രാജാവാണ്, ദൈവമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ ഹോശാന ഞായറാഴ്ച പിറ്റേ ഞായറാഴ്ച ഈ സംഗതിയെല്ലാം മാറുക. ആ ആഴ്ച തയ്ക്കുന്നില്ല. അതിന് മുമ്പ് തന്നെ അവർ പറയുക, ആ ജനക്കൂട്ടം തന്നെ പറയുക, അവനെ ക്രൂശിക്കാൻ പറയുക. അത്രയേ ഉള്ളൂ. ജനക്കൂട്ടത്തിൻ്റെ ഇഫക്റ്റ് അത്രയേ ഉള്ളൂ. കാരണം ഈ അനുഭവങ്ങളും നന്മകളും എല്ലാം അനുഭവിച്ചാലും അവർക്ക് പോകാവുന്നൊരു ദൂരമുണ്ട്. പിന്നെ നാം കാണുന്നത് ഈ ജനക്കൂട്ടത്തെയല്ല കാണുന്നത്, ഭയന്ന് വിറച്ചിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെയാണ്. യേശുവിനെ സത്യസന്ധമായി പിൻപറ്റുക വഴി, അവൻ്റെ കൽപ്പനകളെ പാലിക്കുക വഴി, അവൻ്റെ പഠിപ്പിക്കലുകൾക്ക് പിന്നാലെ പോകുന്നത് വഴി ഒറ്റപ്പെടുത്തപ്പെട്ട സംഭവം. 120 പേർ അവർ കൂടിയിരിക്കുന്നു. അവരുടെ ജീവിതത്തിന് മാറ്റങ്ങൾ വരുന്നു. അവർക്ക് അതുവരെയില്ലാത്തൊരു ശക്തിയിലേക്ക് അവർ പ്രവേശിക്കുന്നു. വാഗ്ദത്തങ്ങളിലേക്ക്, വചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് അവർ കടക്കുന്നു. കർത്താവ് പഠിപ്പിച്ച എന്താണെന്ന് മനസ്സിലാക്കാൻ ആരംഭിക്കുന്നു. അവരിൽ ഇന്നുവരില്ലാത്ത ധൈര്യം പ്രവേശിക്കുന്നു. പിന്നെ ശിഷ്യന്മാരുടെ ഒരു കൂട്ടമാണ് മുന്നോട്ട് പോകുന്നത്. ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ കണ്ട അവരുടേതാണ് ഈ പിന്നത്തെ മിഷൻ എന്ന് പറയുന്നത്. അവരാണ് പിന്നീട് പ്രസംഗിക്കുന്നത്, അവരാണ് പിന്നീട് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതുവരെ കണ്ട ജനക്കൂട്ടത്തിൻ്റെ ആ അനുഭവമല്ല ഇനിയുള്ളത്. ഇനി ഈ 120 പേർ ഏറെക്കുറെ, അല്ലെങ്കിൽ അതിന് അടുത്തുള്ള ആളുകളും അവരോട് ചുറ്റുമുള്ള കുറേ മനുഷ്യരുടെയും മുന്നോട്ടുള്ള പ്രയാണമാണ് നമ്മളിനി കാണുന്നത്. അവരാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം കൊണ്ട് എത്തിക്കുന്നത്. എന്ത്? ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കൽ, യേശു പഠിപ്പിച്ചത് എന്താണെന്നൊക്കെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് കൂടിവരവ്, അന്നത്തെ കൂടിവരവ് ഇന്നത്തെ കൂടിവരവ് തമ്മിൽ അല്പം വ്യത്യാസമുണ്ട്. ഇവിടെ സമർപ്പിതരായ, ക്രിസ്തുവിന് വേണ്ടി മരിക്കാനോ ജീവിക്കാനോ തയ്യാറായ കുറേ മനുഷ്യരുടേതാണ് ഈ കൂടിവരവ്. ഇപ്പോൾ കൂടിവരവിൻ്റെ അർത്ഥതലം മാറുന്നു. ഇവിടെ കുറേ നേട്ടങ്ങൾ മാത്രമല്ല ഉള്ളത്. ഇന്നുമുണ്ട് അത്തരം സംഭവങ്ങളൊക്കെ. എവിടെ വേണമെങ്കിലും വിടുതലിന് പോകുന്ന കുറേ മനുഷ്യർ ഇന്ന് എല്ലായിടത്തും ഉണ്ട്, എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരല്ല യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സന്ദേശങ്ങളുടെ വാഹകർ എന്ന് പറയുന്നത്. അവർക്കാകാം, ആകാതിരിക്കാം, നിർബന്ധമില്ല. അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അടുത്ത വഴിക്ക് പോകും. അവരെ സംബന്ധിച്ച് ഇതൊരു പ്രസക്തമായ കാര്യമല്ല. ഇതിനിടയ്ക്ക് യേശു പഠിപ്പിക്കുമ്പോൾ തന്നെ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. യേശു പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ, ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം, കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മളെ തന്നെ നിശ്ചയിക്കുക, നമ്മൾ ജനക്കൂട്ടത്തിൻ്റെ ഭാഗമാണോ അതായത് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി മാറുന്നവരാണോ എന്ന് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന നിയമങ്ങളും പ്രമാണങ്ങളും ഒക്കെ ക്രിസ്തുവിൻ്റെ പ്രമാണങ്ങൾ നമ്മുടെ ജീവിതമായിട്ട് ചേർന്ന് വരിക. അപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ കൂടി വരുന്നതിനാൽ
നന്മയ്ക്കല്ല തിന്മയ്ക്കായിട്ട് മാറുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂടിവരവിനകത്ത് നന്മയല്ല ഇപ്പോൾ സംഭവിക്കുന്നത്, തിന്മയാണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നു. ഇനി 2 വിഷയങ്ങളാണ് ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്, 2 പ്രോബ്ലംസാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കാൻ ആരംഭിക്കുന്നത്. 2 പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഒന്ന് അവരുടെ ഇടയിൽ ഭിന്നതയല്ല, വിഭജനമുണ്ട് എന്ന് കേൾക്കുന്നു. വിഭജനം, ഭിന്നതയുണ്ട്. രണ്ടാമത്തെ കാര്യം വിവേചനം. 2 കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദി ഡിവിഷൻ എമംഗ് ദ ചർച്ച്. ഡിവിഷൻ എമംഗ് ദ ചർച്ച് ഡിവിഷൻ. സെക്കൻഡ് തിങ് ഈസ് ദ ഡിസ്ക്രിമിനേഷൻ. 2 aspects I want to talk to you. Division and discrimination. So 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ അത് പറയുന്നത് ഈ ഡിവിഷനെ പറ്റിയാണ് പറയുന്നത്. നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ട് അല്ലെങ്കിൽ വിഭജനമുണ്ട് എന്നാണ് പറയുന്നത്. ദൈവജനമായവർ, കർത്താവിനെ അംഗീകരിച്ചവർ, അഭിഷേകം ദൈവാത്മാവിൽ നിറയുന്നവർ, അവരുടെ ഇടയിൽ ഭിന്നത നിലനിൽക്കുന്നു. ഭിന്നത ഒരു പ്രശ്നമാണോ? പ്രശ്നമാണ്, പക്ഷേ അനിവാര്യതയും കൂടെയാണ്. കർത്താവ് അങ്ങനെ പറഞ്ഞില്ലേ, ഇടർച്ച ഉണ്ടാക്കുന്നതിന് കഷ്ടം, പക്ഷേ ഉണ്ടാകേണ്ടത് അനിവാര്യതയാണ്, സംഭവിച്ചുകൊണ്ടിരിക്കും. ഇവിടെ നോക്കുക, നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ട് എന്ന് ഞാൻ കേൾക്കുന്നു, ഏതാനും ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. അതായത് അവിടെ ഇടയിൽ ഈ ഭിന്നതയെപ്പറ്റി ആദ്യം തൊട്ട് പറഞ്ഞു വരുന്നുണ്ടെന്ന് നമുക്കറിയാം, നമ്മൾ ആദ്യം തൊട്ട് കേട്ടതാണ്. പല ആളുകളുടെ പേരിൽ, ലീഡേഴ്സിൻ്റെ പേരിലെല്ലാം പരസ്പരം ഭിന്നത ഉണ്ടാകുന്നു. ഭിന്നത ഉണ്ടാകൽ എന്ന് പറയുന്നത് പക്ഷേ ആരാധനയ്ക്ക് യോഗ്യമായ കാര്യമല്ല. ശരിയായ ആരാധനയെ നിലനിർത്താൻ പറ്റുന്ന ഒന്നല്ല ഭിന്നത എന്ന് പറയുന്നത്. ആരാധനയുടെ അന്തസ്സത്തെ ചോർത്തിക്കളയുന്ന, ആരാധനയുടെ അർത്ഥത്തെ ഇല്ലാതെ ആക്കിക്കളയുന്ന ഒരു കാര്യമാണ് ഭിന്നത അല്ലെങ്കിൽ ഡിവിസീവ്നെസ്, നമ്മുടെ ഇടയിലുള്ള വൈരുദ്ധ്യങ്ങൾ എന്ന് പറയുന്നത്. നോക്കുക, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബൈബിളിൽ ഉടനീളം ആരാധനയിൽ കൂടിവരവുകളിൽ ഭിന്നതയുണ്ടായ അനുഭവങ്ങളുണ്ട്. ആദ്യത്തെ ആരാധനയിൽ തന്നെ ഇതിൻ്റെ സാധ്യതയുണ്ടായിരുന്നു. ആദ്യത്തെ ആരാധനയിൽ കയീനും ഹാബേലും ആരാധനയ്ക്കാണ് കൂടിച്ചേർന്നത്. പക്ഷേ അവിടെ ഭിന്നിപ്പിച്ച ആ കാര്യം എന്താണെന്നറിയാമോ? അംഗീകാരം. ദൈവം പ്രസാദിച്ചു, ദൈവം അംഗീകരിച്ച ആരാധനക്കാരനെ ദൈവം അംഗീകരിക്കാത്ത ആരാധനക്കാരൻ കൊലപ്പെടുത്തുന്നു. ഭിന്നതയുടെ മാക്സിമത്തിലെത്തി. ഹാബേലിൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നു, കയീനത് ഇഷ്ടപ്പെടുന്നില്ല. ദൈവം ഹാബേലിനെ അംഗീകരിച്ചതും അവൻ്റെ ആരാധനയിൽ പ്രസാദിച്ചതും കയീനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ്. ആരാധനയുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള, ആരാധനയ്ക്ക് കൂടിവരലുണ്ടാകാൻ സാധ്യതയുള്ള ഒന്ന് തന്നെയാണ് അംഗീകാരത്തിൻ്റെ പ്രശ്നം. അയാൾക്ക് അംഗീകാരമുണ്ട്, ഇയാൾക്ക് അംഗീകാരമില്ല. അയാൾ അംഗീകരിക്കുന്നു, ഇയാൾ അംഗീകരിക്കുന്നില്ല. അംഗീകാരങ്ങൾ പലപ്പോഴും നമ്മളെ പ്രശ്നത്തിലാക്കും. നമ്മുടെ ആരാധനയെ പലപ്പോഴും മലീമസമാക്കും, അതിൻ്റെ അർത്ഥത്തെ ചോർത്തിക്കളയും. പലപ്പോഴും അതിൻ്റെ ആ പൂർണ്ണതയും സന്തോഷവും അനുഭവിക്കാനാകാതെ നമ്മൾ മടങ്ങുന്നതിൻ്റെ കാരണം ഇതൊന്നാകാൻ സാധ്യതയുണ്ട്. കൂടി വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു അംഗീകാര പ്രശ്നമുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് ആരാധനയുടെ ആ സൗന്ദര്യവും സന്തോഷവും സ്വീകരിക്കാതെ മടങ്ങിപ്പോകേണ്ടി വന്നേക്കാം. ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ വ്യത്യാസമില്ല എന്നും അവിടുത്തെ സന്നിധിയിൽ നമ്മളെല്ലാവരും അംഗീകരിക്കപ്പെടുന്നുവെന്നും യഥാർത്ഥ ആരാധന നമ്മൾ സമർപ്പിച്ചാൽ നമ്മൾ അംഗീകരിക്കപ്പെടുന്ന മനസ്സിലാക്കി വേണം നമ്മൾ ആരാധനയ്ക്ക് വരാനും പോകാനും. മറ്റൊരു കാര്യമാണ് അധികാരം. ആരാധനയിൽ ഉണ്ടാകുന്ന വേറൊരു പ്രശ്നമാണ്, കൂടിവരകളിൽ ഉണ്ടാകുന്ന മറ്റൊന്ന് പ്രശ്നമാണ് അധികാരം. ഈ മോശയുടെ നേതൃത്വത്തിൽ വരുന്ന ജനസമൂഹങ്ങൾക്ക് മോശയാണ് നേതാവ്. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങളും ഈ ഗോത്രത്തിലൊക്കെ പെട്ട ആളുകാരാണ്, ലേവിയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോരഹും അവൻ്റെ കുറേ ആളുകളും കൂടെ ചേർന്ന് വരികയാണ്. അവിടുത്തെ പ്രശ്നം, നീ മാത്രമൊന്നുമല്ല ലീഡർ, ഞങ്ങൾക്ക് വേണ്ട ശേഷിയുണ്ട്, ഞങ്ങൾക്കിതെല്ലാം ചെയ്യാൻ കഴിയും. ഒരു അധികാര തർക്കോടെ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ അതെങ്ങനെ അവസാനിപ്പിക്കുന്നതെന്ന്? ദൈവം തന്നെ പരിഹാരം കൽപ്പിച്ചു കൊടുക്കുകയാണ്. മോശയുടെ വടി തളിർക്കുന്നു, മറ്റു വടി തളിർക്കുന്നില്ല, ദൈവം തിരഞ്ഞെടുക്കുന്നു. അവസാനം ഇതിനെതിരെ വന്ന കോരഹൻ്റെയും പുത്രന്മാരുടെയും ജീവിതത്തിൻ്റെ അവസാനം ഉണ്ടാകുന്നു. ഭൂമി പിളർന്ന് അവരില്ലാതെയായി പോകുന്നു. അധികാരത്തിന് വേണ്ടിയുള്ള തർക്കങ്ങൾ ആരാധനയുടെ അന്തസ്സിനെ കെടുത്തിക്കളയും, കൂടിവരവിൻ്റെ സുഖത്തെ കെടുത്തിക്കളയും, കൂടിവരവിൻ്റെ സന്തോഷത്തെ കെടുത്തിക്കളയും. ആ അധികാരത്തിലുള്ള വെല്ലുവിളികൾ, ദൈവിക അധികാരങ്ങളെ ചോദ്യം ചെയ്യൽ, ഇതൊന്നും ദൈവത്തിൻ്റെ പദ്ധതിയിൽ പെട്ടതല്ല. ദൈവം നിയമിച്ച അധികാരങ്ങൾ ദൈവത്തിൻ്റെ അധികാരങ്ങളാണ്. ആ അധികാരങ്ങൾ ദൈവം അവരിൽ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. അവരുടെ ബലം കൊണ്ട് അവരുണ്ടാക്കുന്നതല്ല.
ദൈവം ഓരോരുത്തരും ഓരോ സ്ഥലത്ത് ആക്കി വെക്കുന്നത് അത് ദൈവിക നിയമനമാണ്. ഒരാളെ ഇവിടെ പാട്ട് പാടാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവിക നിയമനമാണ്. പ്രസംഗിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവിക നിയമനമാണ്. ഒരാളെ ഒരു കാര്യം ചെയ്യാനായിട്ട് മറ്റൊരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സൗണ്ടിൻ്റെ ഓപ്പറേഷൻ, ഇതെല്ലാം ദൈവിക നിയമനങ്ങളാണ്. ദൈവിക ആരാധനയുടെ ഭാഗമായി ആരെല്ലാം എവിടെയെല്ലാം നിയമിക്കപ്പെട്ടിട്ടുണ്ടോ അത് ദൈവിക നിയമനങ്ങളാണെന്ന് തിരിച്ചറിയുന്ന ദൈവിക ബോധ്യങ്ങൾ നമുക്കുണ്ടാകണം. അതാണ് വചനാധിഷ്ഠിതമായിട്ട് നമ്മൾ ദൈവപ്രവൃത്തികൾ കാണുന്നത്. നിങ്ങൾക്കറിയാമോ, പഴയ നിയമത്തിൻ്റെ ആത്മീയത തന്നെ ഇൻ്റർ ഡിപ്പെൻഡൻസ് ആണെന്നാണ് പറയുന്നത്. രാജാവ് പ്രവാചകനെ ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. പ്രവാചകൻ രാജാവിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. ദൈവത്തിൻ്റെ സംവിധാനങ്ങൾ ഇൻ്റർ ഡിപ്പെൻഡൻസ് ആണ്. എനിക്ക് നിങ്ങളെയും നിങ്ങൾക്ക് എന്നെയും ആവശ്യമുണ്ട്. ഇത് ദൈവിക പ്രമാണമാണ്. എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട്, നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്നതല്ല ദൈവിക നിയമനം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ജനസമൂഹത്തെ ദൈവം കോർത്തിണക്കുന്നത് പരസ്പരമുള്ള സഹകരണവും ആവശ്യബോധവുമാണ്. എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് എന്നെ ആവശ്യമുണ്ട്. രാജാവിന് ഒരു ദൈവിക ആലോചന ആവശ്യമുണ്ടെങ്കിൽ പ്രവാചകൻ്റെ ശബ്ദത്തിന് വേണ്ടി കാതു കൊടുക്കും. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ പ്രവാചകനില്ലാത്ത ഒരേ ഒരു രാജാവ് ശലോമോൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കേണ്ട വഴികളെ രാജാവ് ആശ്രയിച്ചിരുന്നു. അതുപോലെ തന്നെ ഏതൊരു യുദ്ധമുണ്ടായാൽ, പ്രശ്നമുണ്ടായാൽ ദൈവശബ്ദത്തിന് വേണ്ടി രാജാവ് ഒരു പ്രവാചകന് വേണ്ടി കാത്തിരുന്നിരുന്നു. രാജാവായ ശൗല് ചെല്ലുമ്പോൾ ആ യാഗം ചെയ്യുവാനായിട്ട് അവനെ അനുവദിച്ചിരുന്നില്ല. അവൻ രാജാവെന്ന നിലയിൽ യാഗം ചെയ്തപ്പോൾ അവനത് പ്രശ്നമായി മാറുന്നു. ദൈവത്തിൻ്റെ നിയമനങ്ങൾ നാം ഓരോരുത്തരെയും ദൈവം നിയമിച്ചിരിക്കുന്നതാണെന്നുള്ള ബോധ്യത്തിൽ ആയിരിക്കണം നമ്മൾ ആരാധനയ്ക്ക് വരേണ്ടത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഓരോ നിയമനങ്ങളെയും നമ്മൾ അംഗീകരിക്കാനും അതിന് ഉൾക്കൊള്ളാൻ കഴിയും. എന്നാൽ മാത്രമേ ദൈവം നമ്മളെയും മറ്റ് തലങ്ങളിലേക്ക് നിയമിക്കാനായിട്ട് ദൈവത്തിന് ഇഷ്ടമുണ്ടാവുകയുള്ളൂ. അപ്പോൾ ദൈവിക നിയമനങ്ങളാണ്. അതിനകത്ത് അധികാര മൽപിടുത്തത്തിന് പോകാൻ പാടില്ല. എന്തുപറ്റി? കോരഹനും പുത്രന്മാർക്കും ഇതാണ്. കൂടിവരവുകൾ കാത്ത് ദൈവിക ആരാധനയ്ക്കകത്ത് അധികാര തർക്കത്തിന് ഇടമില്ല. മറ്റൊരു പ്രശ്നം, ഈ ഭിന്നതകളുടെ മറ്റൊരു സാധ്യതയാണ് അവസരങ്ങൾക്ക് വേണ്ടിയുള്ള ഭിന്നത. പുതിയ നിയമത്തിൽ നാം കാണുന്നത് അപ്പോസ്തല പ്രവൃത്തികളിൽ 2 തരം ആളുകൾ, യഹൂദ ക്രിസ്ത്യാനികൾ, യവന പശ്ചാത്തലത്തിൽ നിന്ന് ക്രിസ്ത്യാനികൾ തമ്മിലൊരു ഭിന്നത അവിടെ ഉണ്ടാകുന്നുണ്ട്. യവന പശ്ചാത്തലത്തിൽ വന്നവർക്ക് മേശമേൽ ശുശ്രൂഷിക്കാൻ അവസരം കൊടുക്കുന്നില്ല എന്നർത്ഥത്തിൽ അത് വലിയ ഭിന്നതയായി മാറുന്നു. അപ്പോസ്തലന്മാർ ഇടപെട്ടിട്ട് അവരൊരു കാര്യം മനസ്സിലാക്കി, ഇവിടെ കുറച്ച് ആളുകളെ നിയമിക്കേണ്ടതായിട്ടുണ്ട്. അവരിലുള്ള ദൈവിക ജ്ഞാനമനുസരിച്ച് അവർ തിരിച്ചറിയുക, ഞങ്ങൾ ഇനി ഈ പരിപാടിക്ക് നിൽക്കുന്നില്ല, ഞങ്ങൾ വചനധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും വേണ്ടി മാറുകയാണ്. ഇതിനുവേണ്ടി കുറേ ആളുകളെ തിരഞ്ഞെടുക്കാം. 2 ക്വാളിറ്റി അവർക്ക് നിശ്ചയിക്കപ്പെട്ടു. എന്താണ്? ആത്മാവും ജ്ഞാനവുമുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് വയ്ക്കാം, അവർ മേശമേൽ ശുശ്രൂഷിക്കട്ടെ എന്ന് വിചാരിച്ച് മറ്റ് യവന പശ്ചാത്തലത്തിൽ നിന്ന് ആളുകളെ കൂടി ഉൾപ്പെടുത്തുന്ന ഒരു പൊതുവായ തീരുമാനത്തിലേക്ക് അവരെത്തുന്നു. എന്താ അവിടെ പ്രശ്നം ഉണ്ടായിരുന്നത്? അവർക്ക് അവസരങ്ങളില്ലാതായിപ്പോയി മേശമേൽ ശുശ്രൂഷിക്കുക. ഞാൻ 3 കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്: അംഗീകാരം, അധികാരം, അവസരം. ഈ 2-3 കാര്യങ്ങൾ വളരെ പ്രശ്നമുണ്ടാക്കുന്നതാണ്. ഇത് ഭിന്നതകൾക്ക് സാധ്യത ഉണ്ടാക്കുന്ന 3 കാര്യങ്ങളാണ്: അക്സെപ്റ്റൻസ്, പവർ, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ്. ഇതെല്ലാം നമ്മളെ എന്തുണ്ടാക്കുന്നു? ഭിന്നതകൾക്ക് സാധ്യത ഉണ്ടാക്കുന്നു. ഇനിയും കാരണങ്ങളുണ്ട്, പക്ഷേ ഞാൻ ഇതുകൊണ്ട് അവസാനിപ്പിക്കുക. അപ്പോൾ വചനത്തിൽ നോക്കിയാലും കാണാം, ദൈവിക കൂടിവരവുകൾക്കകത്ത് പലപ്പോഴും ഭിന്നതകളുടെ സാധ്യതയുണ്ട്. നാം അറിയേണ്ട കാര്യം, ദൈവ സാന്നിധ്യത്തിൽ ദൈവാത്മാവ് പ്രവർത്തിക്കുന്നിടത്ത് അതിൻ്റെ അർത്ഥതലം പൂർണ്ണമാകണമെങ്കിൽ നമ്മളിൽ ഐക്യത രൂപപ്പെട്ട ഹാർമണി ഉണ്ടാകണം. അതാണ് എൻ്റെ ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ വിഷയം അതാണ്. ആരാധന ഹാർമണിയുടെ ഇടമാണ്. ഹാർമണിയുടെ പ്രത്യേകത തന്നെ, മ്യൂസിക്കിനെ പറ്റി അറിയാവുന്നവർക്കറിയാം, ഒരു ടോണും വേറൊരു ടോണല്ല. 7 സ്വരങ്ങളും 7, 5, 12 സ്വരങ്ങൾ കൊണ്ടാണ് ഈ സകലമായ ലോകത്തിലെ മ്യൂസിക് ഉണ്ടാകുന്നത്. ഈ 12 സ്വരങ്ങളേ ഉള്ളൂ. വേറൊരു സ്വരം കണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഈ 12 സ്വരങ്ങളുടെ കയറിയിറക്കങ്ങൾ, പോക്കും വരവും ഒക്കെ അനുസരിച്ചാണ് ഈ 16,008 രാഗങ്ങൾ ഉണ്ടാകുന്നത് തന്നെ. ചിലതിനെ മാറ്റി നിർത്തി, ചിലതിനെ പ്ലേസ് ചെയ്ത്. ആ പോക്ക്, വരവ്, കയറ്റിറക്കും, ആരോഹണം, അവരോഹണം, ഇതാണ് ഹാർമണിയുടെ പ്രത്യേകത. ഇതിനകത്ത് നമ്മൾ ചൂസ് ചെയ്യുന്ന നോട്ടുകൾ ചേരുമ്പോഴാണ് ഹാർമണി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. എന്ന് പറയുന്ന പോലെ നമ്മൾ ഇത്രയും പേരുണ്ട്, ഇത്രയും പേരും വ്യത്യസ്തർ തന്നെയാണ്, വ്യത്യസ്തമായ നോട്ടുകൾ തന്നെയാണ്, വ്യത്യസ്തമായ ടോണുകൾ തന്നെയാണ്. പക്ഷേ നമ്മൾ കൃത്യമായിട്ട് അതിനെ പ്ലേസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഹാർമണി ഉണ്ടാകുന്നത്. ഓരോന്നിനെയും സി എന്ന് പറയുന്ന നോട്ട് സി തന്നെയായി നിൽക്കുമ്പോൾ തന്നെ അത് എഫിനോട് ചേരുമ്പോൾ ഒരു ഡബിൾ ടോൺ ഉണ്ടാവും.
പറഞ്ഞത് മനസ്സിലായോ? ആ ഒരു നോട്ടും കൂടെ ചേരുമ്പോൾ അതൊരു കോഡായിട്ട് രൂപപ്പെടും. അപ്പോൾ നമുക്ക് കേൾക്കാനൊരു സുഖം തോന്നും. ഈ പ്രപഞ്ചത്തിൽ കേൾക്കുന്ന സകല സൗണ്ടുകൾക്കും ഒരു ടോണുണ്ട്, സകല ശബ്ദങ്ങൾക്കും ഒരു ശ്രുതിയുണ്ട്. ആ ശ്രുതി അങ്ങനെ കേട്ടാൽ അതൊരു അലമ്പായിട്ടേ നമുക്ക് തോന്നുള്ളൂ, ഒരു കോലാഹലമായിട്ടും ബഹളമായിട്ടേ തോന്നുള്ളൂ. പക്ഷേ അതിന് ക്രമീകരിച്ച് കഴിയുമ്പോഴാണ് അതിനകത്ത് ഹാർമണി എന്ന് പറഞ്ഞ ഫീൽ ഉണ്ടാകുന്നത്. കേൾക്കാൻ സുഖമുള്ള ഒരു ശബ്ദമായി ഹാർമണിയായിട്ട് മാറ്റപ്പെടുന്നു. നമ്മളെല്ലാം നമ്മളായി തുടരുമ്പോൾ തന്നെ നമ്മുടെ വ്യത്യസ്തതകളായ ഗുണങ്ങളും വ്യത്യസ്തമായ സ്വഭാവങ്ങളും ഉൾക്കൊള്ളുമ്പോൾ തന്നെ നമ്മൾ കൃത്യമായി പ്ലേസ് ചെയ്യുന്നിടത്ത്, ഞാൻ ആവേണ്ടടുത്ത് മാത്രം നിൽക്കുമ്പോൾ അതൊരു ഹാർമണിക്ക് കാരണമാകും. ഞാൻ നിൽക്കേണ്ടാത്തടത്ത് കയറി കാല് വയ്ക്കുമ്പോൾ ആ ഡിസ്ഹാർമണിയായിട്ട് മാറും. ഞാൻ പ്ലേ ചെയ്യപ്പെടേണ്ടാത്തടത്ത് പ്ലേ ചെയ്യപ്പെടുമ്പോൾ ഞാനൊരു അപശ്രുതിയായിട്ട് മാറ്റപ്പെടും. നമ്മളെല്ലാം എവിടെ ആയിരിക്കണമോ അവിടെ ആയിരിക്കുക എന്നുള്ളതാണ് ശരിയായ അർത്ഥത്തിൽ ഹാർമണി നിലനിൽക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. നമുക്ക് നമ്മളെ തന്നെ നമ്മളാവുന്നിടത്ത് പ്ലേസ് ചെയ്യാൻ ഇടയാകണം. മറ്റൊന്നിനു വേണ്ടി നമ്മൾ കാല് വയ്ക്കുന്നിടത്ത്, നമ്മൾ ശബ്ദം കേൾപ്പിക്കുന്നിടത്ത് എൻ്റെ ശബ്ദം അപശ്രുതിയായിട്ട് മാറ്റപ്പെടും. അത് കൊള്ളില്ല, അത് ഭംഗിയില്ല, അതാരെയും സന്തോഷിപ്പിക്കില്ല. മറിച്ച് മറ്റുള്ളവരിൽ അതൊരു അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ ആരാധനയ്ക്ക് വരുന്ന ഓരോരുത്തരും, ആരാധനയ്ക്കായി കൂടിയിരുന്ന ഒരു ശിഷ്യൻ, ക്രിസ്തുവിൻ്റെ ശിഷ്യൻ അറിഞ്ഞിരിക്കേണ്ടത്, ഞാൻ കൃത്യമായിട്ടും ഹാർമണിയുടെ ഭാഗമായി മാറേണ്ട ആളാണ്. ഐക്യതയുടെ ഒരു ഭാഗമായിട്ട് മാറേണ്ട ആളാണ് ഞാൻ. ഹാർമണി എന്ന് പറഞ്ഞാൽ ഐക്യത എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ പറയാം. ഐക്യപ്പെടുന്ന, അങ്ങനെ ഐക്യപ്പെടുമ്പോഴാണ്, ഒരുമനപ്പെടുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഉണ്ടാകുന്നത്. നമ്മളെവിടെ കാണുന്നു? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ കാണുന്നു. ആത്മാവിൻ്റെ പ്രവൃത്തിക്ക് അനിവാര്യമായ ഒരു കാര്യമാണ് ഐക്യപ്പെടൽ. ഐക്യപ്പെടൽ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ആകരുത് എല്ലാവരും ഒരുപോലെ ചിന്തിക്കുക, ഒരുപോലെ പ്രവർത്തിക്കുക, അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ വ്യത്യസ്തകൾ നിലനിർത്തുമ്പോൾ തന്നെ നമ്മൾക്ക് നമ്മുടേതായ പ്ലേസുകൾ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്, അവിടെ കയറി നിൽക്കുക എന്നുള്ളതാണ് അതിനർത്ഥമാക്കുന്നത്. ഇതെവിടെയെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരാധന സംതൃപ്തമല്ലാതാക്കി കളയാൻ നമുക്ക് കഴിയും, നമ്മുടെ കൂടിവരവ് സുഖമല്ലാതാക്കാൻ നമുക്ക് കഴിയും. പക്ഷേ നാം നമ്മുടെ റോളുകൾ മാത്രം ചെയ്യുകയും നമ്മൾ എന്താണോ അതായി തീരുകയും ചെയ്യുന്നിടത്ത് ദൈവത്തിന് മഹത്വം ഉണ്ടാകും, ജനത്തിനും മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാവുകയും ചെയ്യുന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതാണ്, നമ്മുടെ ആരാധനകൾ എന്തിനുള്ള സ്ഥലമാണ്? ഹാർമണൈസ് ചെയ്യാനുള്ള സ്ഥലമാണ്. ഒരു ഹാർമണിയുടെ ഇടം, ഒരുമനപ്പെടലിൻ്റെ ഇടമാണ്, ഐക്യതയുടെ ഇടമാണ്. അവിടെ അത് വരുമ്പോഴാണ് ആരാധനയ്ക്ക് അതിൻ്റെ മാധുര്യവും അതിൻ്റെ ബലവും ഉണ്ടാകും. രണ്ടാമത്തെ പോയിൻ്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? വേർതിരിവ്, വിവേചനം എന്നൊക്കെ പറയുന്നൊരു കാര്യമാണ്. വളരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു കാരണവശാലും നിങ്ങളെ നല്ലത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? നിങ്ങൾ ദൈവത്തിൻ്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിച്ച് ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കുന്നു. നിങ്ങൾ ഹ്യൂമിലേറ്റ് ചെയ്യുകയാണ് പാവപ്പെട്ടവനെ, പൂവറിനെ, ഇല്ലായ്മപ്പെടുന്നവനെ. ഈ ഇല്ലായ്മ എന്ന് പറയുന്നൊരു വലിയ പ്രശ്നമാണ്. ഇല്ലായ്മ ഇവിടെ പൂവർ എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്, പക്ഷേ ഇല്ലായ്മ ഒത്തിരി തലങ്ങളിലുണ്ട് കേട്ടോ. ഇല്ലായ്മ ഒത്തിരി തലങ്ങളിലുണ്ട്. എനിക്ക് തോന്നുന്നു നബിയുടെ വചനങ്ങളിൽ പെട്ടാന്ന് തോന്നുന്നു, മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ള ഒരു പദപ്രയോഗം എനിക്ക് തോന്നുന്നു, അനാഥരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ലാളിക്കരുത് എന്ന് പറയുന്നൊരു പദപ്രയോഗം കേട്ടിട്ടുണ്ട്. ഇല്ലായ്മ എന്ന് പറയുന്ന ഇല്ലായ്മ അനുഭവിക്കുന്നവന് മാത്രമേ മനസ്സിലാവുള്ളൂ, ഉള്ള ഒരാൾക്ക് ഒരിക്കലും അറിയില്ല. പട്ടിണി എന്ന് പറയുന്നത് അനുഭവിച്ചവർക്ക് അത് മനസ്സിലാവുള്ളൂ, എല്ലാത്തവർക്കും അത് മനസ്സിലാവില്ല. എൻ്റെ പിതാവ് പറഞ്ഞ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ മകനും ആ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അന്നൊക്കെ ഹൈ റേഞ്ചിലല്ലേ, അപ്പോൾ വലിയ ഒത്തിരി സ്കൂളുകളൊന്നുമില്ല, ഉള്ള സ്കൂളിൽ എല്ലാവരും കൂടി അങ്ങ് പഠിക്കുമല്ലേ. അപ്പോൾ ഈ ദാരിദ്ര്യത്തെപ്പറ്റി ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൻ്റെ മകൻ ചോദിക്കുക, അത് എന്നാ സംഭവം എന്നാന്ന് ചോദിക്കുമെന്ന്. അപ്പോൾ ആൾക്ക് പോലും കേട്ടിട്ടുണ്ടാവില്ല പുള്ളി. അപ്പോൾ ഇത് ചെറുപ്പത്തിൽ ഇദ്ദേഹം പറഞ്ഞാൽ എൻ്റെ മനസ്സിലുണ്ട്. ദാരിദ്ര്യം, ഇല്ലായ്മ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവില്ല, കാരണം അയാൾ അഫ്ലുവൻസിൻ്റെ നടുക്ക് ജനിച്ചു വളർന്ന. ഇപ്പോഴുണ്ട് അദ്ദേഹം താമസിക്കുന്ന അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിന് 2 കിച്ചൺ ഉണ്ട്. 2 കിച്ചൺ, തുളസിത്തറ വരെയുള്ള ഒരു ക്വാർട്ടേഴ്സ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. കനേഡിയൻ സാഹിബ്മാരുണ്ടാക്കിയതാണ് അന്നത്തെ കാലത്ത്, ഇലക്ട്രിസിറ്റി ബോർഡിലെ ക്വാർട്ടേഴ്സുകളൊക്കെ.
അപ്പോൾ അത്രയും സൗകര്യത്തിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഇല്ലായ്മ മനസ്സിലാവില്ല. അത് അനുഭവിക്കുന്നവനും കടന്നു പോകുന്നവനുമാണ്. സാമ്പത്തിക പ്രശ്നം കടന്നു പോകുന്നവർക്കേ മനസ്സിലാവുള്ളൂ. അപ്പനില്ലായ്മ, അമ്മയില്ലായ്മ, മക്കളില്ലായ്മ, ഇല്ലായ്മകൾ എന്താണെങ്കിലും അത് അനുഭവിക്കുന്നവർക്കേ യഥാർത്ഥത്തിൽ മനസ്സിലാവും. മറ്റൊരാൾക്ക് മാറി നിന്നുണ്ട് അഭിപ്രായങ്ങൾ പറയാനേ കഴിയത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പലവിധ ഇല്ലായ്മകളുണ്ട് കേട്ടോ, ഒത്തിരി പല രീതിയിൽ ഇല്ലായ്മകളുണ്ട്. ചിലത് ഉണ്ടെന്നായിരിക്കും ജനം നോക്കുന്നത്, പക്ഷേ നമ്മുടെ ഇല്ലായ്മകൾ നമ്മുടെ ഉള്ളിലുള്ള ഞരക്കങ്ങളായിട്ട് അവശേഷിക്കുകയാണ്. മറ്റുള്ളവർ കാണുമ്പോൾ കുറേ ഉള്ള കാഴ്ചകളുണ്ടാവും, പക്ഷെ ഇല്ലായ്മകളും ശൂന്യതകളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഇല്ലായ്മ ഭക്ഷണത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട. കുറച്ച് പേര് ഭക്ഷണവുമായി വരുന്നു, കുറച്ച് പേർ ഭക്ഷണമില്ലാതെ വരുന്നു. എന്താ ഈ ഭക്ഷണത്തിൻ്റെ പ്രശ്നം വന്ന്? ഇത് ആദിമസഭയിലുണ്ടായ ഒരു കൺഫ്യൂഷനാണ്. അഗാപ്പെ എന്ന് പറയുന്ന ലവ് ഫീസ്റ്റ് ഇതും കർത്താവിൻ്റെ മേശയും തമ്മിൽ കൺഫ്യൂസ്ഡായിപ്പോയി. അതാണ് ഇവിടെ സംഭവിച്ചത്. കർത്താവിൻ്റെ മേശയ്ക്കുള്ള പ്രാധാന്യം അത് ഇനിയുള്ള അടുത്ത ആഴ്ചകളിലുള്ള ഭാഗത്തിന് അതിന് വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ അത് വിശദീകരിക്കുന്നത്. എന്താണ് കർത്താവിൻ്റെ മേശ? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അവരെ സംബന്ധിച്ച്, കൊരിന്ത്യൻ പശ്ചാത്തലത്തിൽ വന്നവരെ സംബന്ധിച്ച് അവരുടെ ക്ഷേത്രങ്ങളിലെല്ലാം പൊതു ഭക്ഷണ രീതികളുണ്ട്. ആരാധനയെ ബന്ധപ്പെട്ടില്ലേ, ക്ഷേത്രത്തിൽ പോയാൽ എന്തുണ്ടാവും? പ്രസാദം കിട്ടും. എല്ലാ ദൈവാരാധനയുടെ ഭാഗമായിട്ട് എന്തുണ്ട്? ഭക്ഷണങ്ങളുണ്ട്, പ്രസാദം കിട്ടുന്ന രീതിയുണ്ട്, ഊട്ടുണ്ട്, ഒക്കെ ഉള്ളതാണ്. ഇപ്പോൾ ഇസ്ലാമിലാണ് തന്നെ അവരുടെ നോയമ്പ് കാലത്തല്ല, പെരുന്നാളിൻ്റെ സമയത്ത് സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഭക്ഷണത്തിൻ്റെ വിതരണങ്ങളുണ്ട്. അപ്പോൾ ആരാധനയായിട്ട് മനുഷ്യൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഭക്ഷണത്തിൻ്റെ വിതരണം. ഇവരും ശീലിച്ചിട്ടുണ്ട്. കൊരിന്ത്യ സമൂഹം അവരുടെ ജാതീയ പശ്ചാത്തലത്തിൽ, അവർ ജീവിച്ച പശ്ചാത്തലത്തിൽ ഈ ഭക്ഷണത്തിൻ്റെ രീതികളൊക്കെ ഉണ്ട്. അവരുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഭക്ഷണം കഴിക്കുന്ന രീതികളൊക്കെ ഉണ്ട്. ഒരു പക്ഷേ അതിൻ്റെ തന്നെ റെപ്പിറ്റേഷനാണ് നടക്കുന്നതെന്ന് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഇവർ കുറച്ചൊരു ഭക്ഷണം കൊണ്ടുവരുന്നു, ഉള്ളവരിരുന്ന് കഴിക്കുന്നു, ഇല്ലാത്തവൻ അവിടെ മാറി നിൽക്കുന്നു. ഇത് കണ്ടപ്പോൾ പൗലോസിന് കാര്യം മനസ്സിലായി. ഇതിങ്ങനെയല്ല, കർത്താവിൻ്റെ മേശ എന്ന് പറയുന്നൊരു ആസ്പെക്റ്റ് ഉണ്ട്. അത് നിങ്ങൾ കഴിക്കുന്ന പരിപാടിയൊന്നും അല്ല അത്. അപ്പോൾ ഇവർ പരസ്പരം, അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്, നിങ്ങൾ 20ാമത്തെ വാക്യം, നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിൻ്റെ അത്താഴമല്ല കഴിക്കുന്നത്. ഈ കർത്താവിൻ്റെ അത്താഴം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഇനിയുള്ള വാക്യമുള്ളത് വ്യക്തമാണ്, അടുത്ത ആഴ്ച നമുക്ക് കേൾക്കാം. നിങ്ങൾ കർത്താവിൻ്റെ അത്താഴമാണെന്ന് ഇത് പലപ്പോഴും നിങ്ങളിതിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു പോയി. നിങ്ങൾ ഈ ഭക്ഷണം കഴിപ്പ് ഇത് നിങ്ങളിവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ വന്ന് ചെയ്യേണ്ടത്, ഇവിടെ ഒരുമിച്ച് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, കർത്താവിൻ്റെ അത്താഴം, ലോർഡ് സപ്പർ. അത് ക്രിസ്തുവിൻ്റെ ശരീരം എന്ന നിലയ്ക്ക് നാമെല്ലാം ഒരുപോലെ ആഹരിക്കുന്നതാണ്. ഒരേ അളവിൽ ഒരുപോലെ ആഹരിക്കുന്ന, ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, സത്യമാണ്. പക്ഷേ നിങ്ങൾ കഴിക്കുന്നത് എന്നറിയാമോ? നിങ്ങളിത് വീട്ടിൽ വെച്ച് കഴിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. ഈ ചാപ്റ്ററിൻ്റെ അവസാനം അത് പറയുന്നുണ്ട്, 34ാമത്തെ വാക്യത്തിൽ, വല്ലവനും വിശക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ന്യായവിധിക്ക് ഹേതുവാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ നിനക്ക് വിശപ്പ് കൂടുതലുള്ളവനാണെങ്കിൽ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോവാ. ഇവിടെ കൊണ്ടുവന്ന് ഭക്ഷണമില്ലാത്ത ഒരാളുടെ മനസ്സ് മുറിക്കാൻ വേണ്ടി നീ ഇവിടെ കൊണ്ടുവന്ന് കഴിച്ച് നിൻ്റെ ബഹളം കാണിക്കരുത്. ഞാൻ ഈ പലപ്പോഴും വടക്കേൻ്റെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ചില മനുഷ്യർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ട്രെയിനിൽ കയറണം നമുക്ക് തോന്നിപ്പോവും. നമ്മളൊക്കെ എങ്ങനെയെങ്കിലും അവിടെ എത്താൻ വേണ്ടി മാത്രമുള്ള ഭക്ഷണം നമ്മൾ കരുതുള്ളൂ. ചിലരങ്ങനെയല്ല. ഈ ചില ദീർഘനേരത്തേക്ക് ഒരു ആഘോഷമാണ് ഭക്ഷണത്തിൻ്റെ. അപ്പോൾ നമുക്ക് സംശയം തോന്നിപ്പോവും. അങ്ങനെയല്ല ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നതല്ല. അപ്പോൾ നിങ്ങൾ ആരാധനയ്ക്ക് വരുമ്പോൾ ആരാധനയ്ക്കാണ് വരേണ്ടത്. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ കഴിച്ചിട്ട് വരിക, അല്ലേ? വളരെ വ്യക്തമല്ലേ എഴുതി വെച്ചേക്കുന്നത്? വ്യക്തമാണ്. അപ്പം നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ അതിൻ്റെ ആ ഭക്ഷണം കഴിക്കലും അതിൻ്റെ ബഹളവും ഒച്ചപ്പാടൊന്നും ഇവിടെ ഉണ്ടാക്കാനുള്ളതല്ല. കാരണം നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണമില്ലാതിരിക്കുന്ന ആരൊക്കെയോ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് സന്തോഷമായിരിക്കാം, നിങ്ങൾക്ക് ആനന്ദമായിരിക്കാം, പക്ഷെ അത് ആരൊക്കെയോ മുറിപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ ഉണ്മ, നിങ്ങൾക്കുള്ള അവസ്ഥ മറ്റൊരാളുടെ ഇല്ലായ്മയെ ചൂണ്ടിക്കാണിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉണ്മ ദൈവത്തിന് പ്രസാദമല്ല എന്നതിൻ്റെ അർത്ഥം. നിങ്ങളുടെ ഉള്ള അവസ്ഥ മറ്റൊരാളുടെ ഇല്ലായ്മയെ ചോദ്യം ചെയ്യാൻ പാടില്ല, അതിനെ മുറിപ്പെടുത്താൻ പാടില്ല, അതിനെ വേദനിപ്പിക്കാൻ പാടില്ല. ആ ഉള്ള അവസ്ഥയ്ക്ക് പ്രസക്തി ഇല്ലാതാവുന്നു.
അതുകൊണ്ട് വളരെ ശക്തമായൊരു പദപ്രയോഗം നിങ്ങൾ 34-ാമത്തെ വാക്യത്തിൽ കാണാം, ന്യായവിധിക്ക് ഹേതുവാകാതിരിക്കേണ്ടതിന്. അപ്പോൾ അത്ര പ്രാധാന്യമുള്ള വിഷയമായിരിക്കും അത്. ഇസ് ഇറ്റ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്? നമ്മളുടെ ഉള്ളതിൻ്റെ പ്രകടനങ്ങളും ഇല്ലായ്മ ഉള്ളവൻ അനുഭവിക്കുന്ന വേദനകളും ദൈവത്തിന് പ്രശ്നമുള്ള കാര്യമാണോ? ആണ്. അതല്ലേ എൻ്റെ അർത്ഥം? ദൈവത്തിന് വളരെ പ്രധാനമുള്ള ഒരു ഗ്രൂപ്പാണ് കേട്ടോ പൂവർ എന്ന് പറയുന്നത്. പൂവർ എന്ന് പറയുന്നത് ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലേവ്യ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ, എന്താ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ, കൊയ്ത്തുകാലത്ത് നിങ്ങളുടെ കുറച്ച് നിങ്ങൾ ആർക്ക് വേണം? പൂവറിന് വേണ്ടി, ദരിദ്രർക്ക് വേണ്ടി വിട്ടേക്കണം എന്ന് പറയുന്നൊരു കൽപ്പനയുണ്ട് ദൈവത്തിന് കൺസേണുള്ള പൂവറിൻ്റെ അല്ലെങ്കിൽ ഇല്ലായ്മയുള്ളവൻ്റെ, ഞെരുങ്ങുന്നവൻ്റെ, ദരിദ്രൻ്റെ ഓണർ ദൈവമാണ്. അതുകൊണ്ട് അവന് ലെവിറ്റിക്കസ് തന്നെ, അതായത് ലേവ്യ പുസ്തകത്തിൽ 19:15 പിന്നെയും പറയുന്നുണ്ട്, അത് നീതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പാർഷ്യാലിറ്റി, ഡു നോട്ട് പെർവേർട്ട് ജസ്റ്റിസ്, ഡു നോട്ട് ഷോ പാർഷ്യാലിറ്റി ടു ദ പുവർ ഓർ ഫേവറിറ്റിസം ടു ദ ഗ്രേറ്റ്. നിങ്ങൾ പാവപ്പെട്ടവനോട് നിങ്ങൾ പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല, ദരിദ്രനോട്. ലേവ്യ പുസ്തകത്തിൽ പിന്നെയും പറയുന്നുണ്ട്, 25-35 തൊട്ട് 36 വരെ പറയുന്നുണ്ട് ഇതേ വിഷയം തന്നെ. അത് പറയുന്നത് നിങ്ങളുടെ ഇടയിലെ ദരിദ്രനായവനെ നിങ്ങൾ സഹായിക്കണമെന്ന് തന്നെയാണ് ആ കൽപ്പന. നിങ്ങൾക്കറിയാമോ, ഈ ഇന്ത്യൻ സമൂഹങ്ങൾ, ഒത്തിരി സമൂഹങ്ങളുണ്ട്, ഇന്ത്യയിലെ സമൂഹമുണ്ട്, പക്ഷേ ബെഗേഴ്സ് ഇല്ലാത്തൊരു സമൂഹമുണ്ട്. അതറിയാമോ? വടക്കേൻ്റെ പോയി ഞാൻ പഠിച്ചതാണ്. സിഖുകാർ. ഒരു സിഖുകാരൻ പോലും ദരിദ്രനാവനെ അവർ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയെങ്കിലും അവനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതാണ് അവരുടെ സാമൂഹ്യ ബോധം എന്ന് പറയുന്നത്. അവരുടെ ഇടയിൽ ഒരു ദരിദ്രൻ, ബെഗർ ഉണ്ടാവരുതെന്ന് അവരുടെ നിർബന്ധം. ഞാൻ വടക്കേൻ്റെയെ പറ്റി പറഞ്ഞു. ഞാൻ പഞ്ചാബിൽ ജീവിച്ചിട്ടില്ല, പക്ഷേ അവിടെ ജീവിക്കുന്ന ആളുകൾ പറഞ്ഞു കേട്ടതാണ്. അവരുടെ ഇടയിൽ ബെഗേഴ്സ് ഉണ്ടാകാൻ അവർ സമ്മതിക്കത്തില്ല. എന്തൊരു സാമൂഹ്യ ബോധമായിരിക്കും. അതാണ് ഹെൽപ്പ് ദ പുവർ എമംഗ് യു. നിങ്ങളുടെ ഇടയിലുള്ള പാവപ്പെട്ടവരെ, ദരിദ്രരെ നിങ്ങൾ സഹായിക്കുക. മറ്റൊന്ന്, ആവർത്തന പുസ്തകത്തിനകത്ത് 15:7 തൊട്ട് 8 വരെ പറയുന്നു, ഹെൽപ്പ് ദ പുവർ എമംഗ് യുവർ ഫെലോ ഇസ്രായേലൈറ്റ്സ്. നിങ്ങളുടെ സഹോദരങ്ങളുടെ ഇടയിലുള്ള പാവങ്ങളെ, ദരിദ്രരെ നിങ്ങൾ സഹായിക്കുക. ആ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, ദരിദ്രർ എപ്പോഴും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകും. അതൊരു യാഥാർത്ഥ്യമാണെന്നാണ് പറയുന്നത്. ദാരിദ്ര്യം കംപ്ലീറ്റ് ആയിട്ട് മാറില്ല. അത് കാരണം മനുഷ്യൻ്റേതായ കോമ്പറ്റീഷൻ കൊണ്ട് അതുണ്ടാകുന്നത്, മനുഷ്യൻ്റെ എബിലിറ്റികളുടെ വ്യത്യാസം കൊണ്ടാണ് അതുണ്ടാകുന്നത്. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ക്യുമുലേറ്റ് ചെയ്യാനുള്ള ശേഷി. നമ്മൾ അബ്ദുൽ കലാം എന്ന് പറഞ്ഞ ഒരു പ്രസിഡൻറ്റ് നമുക്കുണ്ടായിരുന്നു. ഭയങ്കര ജ്ഞാനിയ മനുഷ്യൻ. അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും വലിയ ആയിരുന്നില്ല. അദ്ദേഹം ജീവിതം മുഴുവൻ എന്ത് ക്യുമുലേറ്റ് ചെയ്യാൻ, എന്ത് സ്വീകരിക്കാനായിട്ട് ശ്രമിച്ചു? അറിവിനെ, ജ്ഞാനത്തെ, ബോധത്തെ ഉൾക്കൊള്ളുവാനാണ് അദ്ദേഹം ജീവിതം മാറ്റിവെച്ചത്. എന്നാൽ അംബാനി അങ്ങനെയാണോ ചെയ്യുന്നത്? അല്ല. അദ്ദേഹം പോയി ഡിഗ്രികൾ എടുക്കാനല്ല ആഗ്രഹിക്കുന്നത്, അദ്ദേഹം ഉണ്ടാക്കുന്ന പണമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മനുഷ്യർ വ്യത്യസ്തരായതുകൊണ്ടും, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മനുഷ്യർ വ്യത്യസ്തരായതുകൊണ്ട് വ്യത്യസ്ത ഫോക്കസുകളിലാണ് നിലനിൽക്കുന്നത്. ഭൂമിയിൽ എല്ലാവരും പണം ഉണ്ടാക്കാനായി ശ്രമിച്ചെന്ന് കൂട്ടിക്കോ, ഈ ഉള്ളതെല്ലാം ഡിവൈഡായി പോകത്തേ ഉള്ളൂ, അല്ലേ? ഇന്ത്യയിൽ എത്രയോ സന്യാസിമാരുണ്ട്, വളരെ നാമമാത്രമായ ഭക്ഷണവും നാമമാത്രമായ ഡ്രസ്സും ഉപയോഗിക്കുന്ന സന്യസ്ത ജീവിതം അനുഭവിക്കുന്നവരാണ് പലപ്പോഴും യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിൻ്റെ ബേസ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സന്യസ്ത ജീവിതമുള്ളവർ. കാരണം അവർ ഒത്തിരി കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഈ ഒറ്റ ഫോക്കസിൽ പ്രവർത്തിക്കുക. അങ്ങനെയുള്ള സഭകളുണ്ടല്ലോ, സന്യാസ ജീവിതമുള്ള ആളുകൾ. ഒരു പരിധിവരെ പെന്തക്കോസ്തിൻ്റെ ആദ്യകാലത്ത് തന്നെ ഒരു സന്യാസ തുല്യമായ ജീവിതമായിരുന്നു. ഒത്തിരി കാര്യങ്ങളെ അവോയ്ഡ് ചെയ്ത്, ആഭരണത്തെ, അതുപോലെ ഒത്തിരി കാര്യങ്ങളെ അവോയ്ഡ് ചെയ്തുള്ള ജീവിതശൈലിയായിരുന്നു അവർ സ്വീകരിച്ചത്, ലക്ഷറിയസായ കാര്യങ്ങളെയൊക്കെ. ഇപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഈ ലോകത്തിൻ്റെ ഒത്തിരി കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തുള്ള സന്യസ്ത ജീവിതം പലപ്പോഴും മനുഷ്യൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇല്ലായ്മകൾ ഉണ്ടാകുന്നതിന് പല കാരണങ്ങളാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇനിയും ദൈവം എങ്ങനെയാണ്
സങ്കീർത്തനത്തിൽ ദൈവം ദരിദ്രൻ്റെ ഭാഗമാണ്, ദൈവം അവൻ്റെ പക്ഷത്ത് നിൽക്കുന്നു. അപ്പോൾ ദ കോസ് ഓഫ് ദ പുവർ ആൻഡ് ദ ഒപ്രസ്ഡ്, ദൈവം അവന് വേണ്ടി നിൽക്കുന്നു. സങ്കീർത്തനത്തിൽ 140 പറയുന്നത് ഇങ്ങനെയാണ്, ലോർഡ് സെക്യൂർസ് ജസ്റ്റിസ്. ദൈവം ആർക്ക് വേണ്ടി? നീതി നടത്തുന്ന ദൈവമാണ് ദരിദ്രന് വേണ്ടി. പ്രൊവർബ്സിൽ പറയുന്നു, സദൃശവാക്യങ്ങളിൽ 14:21 പറയുന്നു, ബ്ലെസ്ഡ് ഈസ് ദ വൺ ഹൂ ഈസ് കൈൻഡ് ടു ദി നീഡി. പാവപ്പെട്ടവനോട് കാണിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് പറയുന്നു. ഇനി നോക്കുക, പ്രൊവർബ്സിൽ തന്നെ മറ്റൊരു പദപ്രയോഗം 14:31 പറയുന്നു, ഒപ്രസിങ് ദ പുവർ ഷോസ് കണ്ടംപ്റ്റ് ഫോർ ദെയർ മേക്കർ. ഹൂവർ ഒപ്രസസ് ദ പുവർ ഷോസ് കണ്ടംപ്റ്റ്. അതായത് ദരിദ്രനെ പീഡിപ്പിക്കുന്നവൻ അവൻ്റെ സ്രഷ്ടാവിനോടാണ് ഏറ്റുമുട്ടുന്നത്, കുറ്റം പറയുന്നത്. സത്യത്തിൽ ഞാൻ ഇപ്പോഴാണ് ഇതിനെപ്പറ്റി ഇത്രയും ഞാൻ വായിച്ചത്, ഈ മെസ്സേജ് ബന്ധപ്പെട്ട്. ദൈവത്തിന് ഇത്രയും പ്രശ്നമുള്ള ഏരിയ ആണെന്ന് എനിക്ക് അത്ര അറിയില്ലായിരുന്നു. പ്രൊവേർബ്സ് 17:5 പറയും, നെവർ ഗ്ലോട്ട് ഓവർ ഡിസാസ്റ്റർ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പാവപ്പെട്ടവരോട് കാണിക്കുന്ന പണിഷ്ഡായിട്ട്, ഡിസാസ്റ്റർ വിൽ നോട്ട് ഗോ അൺപണിഷ്ഡ്, ശിക്ഷയില്ലാതെ പോകുകയില്ല എന്ന് പറയുന്നു. ഇനി പ്രൊവേർബ്സ് 19:17 പറയുന്നു, ദരിദ്രന് വായ്പ കൊടുക്കുന്നവൻ ദൈവത്തിന് കൊടുക്കും. നോക്കിക്കേ, ആ ജ്ഞാനം നോക്കിക്കേ, ദൈവിക ജ്ഞാനം. ദൈവം എത്രമാത്രം പുവറിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. പ്രൊവേർബ്സ് 21 പറയുന്നു, ഹിയറിങ് ദൈവം ദരിദ്രൻ്റെ നിലവിളി കേൾക്കുന്നു. അതുപോലെ തന്നെ പ്രൊവേർബ്സ് 22 പറയുന്നതാണ്, ദരിദ്രനെ നിങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്യരുത് അവനെ. നീതിമാൻ ദരിദ്രന് വേണ്ടി ശ്രദ്ധിക്കുന്നു, അവന് വേണ്ടി കരുതുന്നു എന്ന് പ്രൊവേർബ്സ് 29 പറയുന്നു. ഇങ്ങനെ പോവാണ്. അത് അല്പം 1-2 കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾ പറയുന്നുള്ളൂ. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ ഗുഡ് ന്യൂസ് പറയുന്ന ആരോടാണെന്നറിയോ? പുവറിനോട്, ദരിദ്രനോടാണ്. ഇത് തന്നെയാണ് യേശു കർത്താവ് പറയുന്നത്, ദരിദ്രനോടാണ് സുവിശേഷം പറയാൻ ഞാൻ വന്നത്. ദരിദ്രനോട് സുവിശേഷം പറയാനാണ് ഞാൻ വന്നത്, സ്വാതന്ത്ര്യത്തെപ്പറ്റി. ദരിദ്രർക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം എനിക്ക് വേണ്ടി ചെയ്യുന്നുവെന്ന് കർത്താവ് പറഞ്ഞ് മത്തായി സുവിശേഷത്തിൽ പറയുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നു, നിങ്ങൾ ദരിദ്രർക്കാണ് ചെയ്യേണ്ടത്, സെർവ് ചെയ്യേണ്ടത്. അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുതെന്ന് യാക്കോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അവരെ വേർതിരിക്കരുത്, ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നു. ഇനിയുണ്ട് ധാരാളം. ഞാൻ ജസ്റ്റ് നമ്മുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ എംഫസൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഇല്ലായ്മകളുള്ളൊരു മനുഷ്യനെ അവൻ്റെ ഇല്ലായ്മകളിൽ ചവിട്ടി താഴ്ത്താൻ പാടില്ല. നമ്മുടെ ആരാധനയെ ഭംഗം വരുത്തുന്നത്. നമ്മളിൽ ശൂന്യത പല വിധത്തിലാണ് ഞാൻ പറഞ്ഞു. ഇവിടെ പ്രധാനമായിട്ട് ഭക്ഷണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, കർത്താവിൻ്റെ മേശയുമായി ബന്ധപ്പെടുത്തി. ലോകത്തെല്ലായിടത്തും ഇല്ലായ്മയുണ്ട്, ഇല്ലായ്മകൾ പല രൂപത്തിലുണ്ട്. മറ്റൊരുത്തിൻ്റെ ഇല്ലായ്മ ഒരു കാരണവശാലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടാൻ പാടില്ല. നമ്മുടെ ആരാധനയുടെ ഭംഗി കളയുന്നൊരു കാര്യമായിരിക്കും, നമ്മുടെ കൂടിവരകളുടെ ഭംഗി കളയുന്നൊരു കാര്യമായിരിക്കും. ആരാധനയുടെ അർത്ഥതലത്തെ ശോഷിപ്പിക്കാൻ അതിന് കഴിയും. ഇനി ഏതെങ്കിലും വിവേചനം നമ്മുടെ ഹൃദയത്തിൽ വേദനയോ മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? എൻ്റെ ഇല്ലായ്മകൾ എപ്പോഴെങ്കിലും എന്നെ നോവിപ്പിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും എൻ്റെ ശൂന്യതകൾക്കകത്തേക്ക് ഏതെങ്കിലും ആരാധന എന്നെ നിരാശയിലേക്കും താഴ്ചയിലേക്കും എത്തിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും പ്രസംഗമോ ഒരു ഇടപെടലോ എൻ്റെ ശൂന്യതയെ നോവിപ്പിച്ച് എൻ്റെ ആരാധന കെടുത്തിയിട്ടുണ്ടോ? നമ്മളാരെങ്കിലും മുറിപ്പെട്ടിട്ടുണ്ടോ നമ്മുടെ ആരാധനകളിൽ? ഏതെങ്കിലും ഒരു വചനത്തിൻ്റെ സന്ദേശമോ ഏതെങ്കിലും ഒരു വാക്കുകളോ എന്നെ ദൈവാരാധനയിൽ പിന്തിരിപ്പിക്കാൻ ഇടപെട്ടിട്ടുണ്ടോ? അതിൻ്റെ മറുവശം ഞാൻ പറയുകയാണ്. അങ്ങനെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ ആരാധന എന്ന് പറയുന്നത് ഹാർമണിയുടെയും ഓണറിൻ്റെയും ഇടമാണ്. എല്ലാവരും ബഹുമാനിക്കപ്പെടണം. ഉള്ളവനും ഇല്ലാത്തവനും ബഹുമാനിക്കപ്പെടണം. ചെറിയവനും വലിയവനും ബഹുമാനിക്കപ്പെടണം. വൃദ്ധനും ബാലനും ബഹുമാനിക്കപ്പെടണം. സ്ത്രീയും പുരുഷനും ബഹുമാനിക്കപ്പെടണം. ഉള്ളവനും ഇല്ലാത്തവനും, ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്, ബിഗ് ആൻഡ് സ്മോൾ. അവിടെയാണ് ദൈവപ്രവൃത്തിയുടെ സുഖം കിടക്കുന്നത്, അതിൻ്റെ മാധുര്യം കിടക്കുന്നത്, അതിൻ്റെ ഭംഗി ഉണ്ടാകുന്നത്, അതിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്നത്. കാരണം ദൈവം എങ്ങനെയാണ് നമ്മളെ കാണുന്നറിയാമോ?
എല്ലാവരും ദൈവത്തിൻ്റെ മക്കളായിട്ടാണ് കാണുന്നത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട മക്കൾ എന്ന് മാത്രമേ കർത്താവിന് കാണാൻ പറ്റുന്നുള്ളൂ. നമ്മൾ ഈ ദേഹം വിട്ട് അവിടുത്തെ സന്നിധിയിൽ ചെല്ലുമ്പോൾ നമ്മളെല്ലാം ഏഞ്ചൽസിനെ പോലെ, ദൂതന്മാരെ പോലെയാണ് കർത്താവ് പറഞ്ഞത്. ആണുമില്ല, വിവാഹത്തിന് കൊടുക്കുന്നുമില്ല, വിവാഹത്തിന് വാങ്ങിക്കുന്നുമില്ല. ഈ കാണുന്ന ഒരു വ്യത്യാസങ്ങളില്ലാതെ നമ്മൾ ദൂതതുല്യരായി മാറുന്ന മനുഷ്യരാണ്. ഹല്ലേലൂയ. നമ്മളുണ്ടാക്കുന്ന ഈ കാണുന്ന വേർതിരിവുകൾക്കെല്ലാം ഒരു പരിമിതിയുണ്ട്. എവിടം വരെ? നമ്മുടെ മരണം വരെ, ഉയർപ്പ് വരെയൊക്കെ ഉള്ളൂ. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഈ വേർതിരിവുകളെ പുലർത്താൻ കഴിയില്ല. കർത്താവ് നമ്മളെ കാണുന്ന അങ്ങനെയാണ്. ഏതെങ്കിലും വേർതിരിവുകളോ വിവേചനമോ ഏതെങ്കിലും ഭിന്നതയോ നിങ്ങളുടെ ആരാധനയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ഈ ആരാധന കൂടിവരവുകൾ നമ്മുടെ ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ അത് വിട്ടുകളയാം. ഒരു റിഫ്രഷ്മെൻറ്റ് വേണ്ടി കർത്താവിനോട് പറയാം. കാരണം നമ്മുടെ കർത്താവ് അത് ആഗ്രഹിക്കുന്നില്ല. വചനം ശക്തമായി പറയുന്നു, നമ്മളൊരിക്കലും വിവേചനത്തിൻ്റെ ആളാകാൻ പാടില്ല. നിങ്ങൾക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാനുണ്ട്, വീട്ടിൽ വെച്ച് കഴിച്ചിട്ട് പോരെ എന്ന് വളരെ വ്യക്തമായി പറയുന്നു. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? കഴിച്ചിട്ട് വന്നാൽ മതി. ഇവിടെ നിങ്ങളുടെ പത്രാസ് കാണിക്കേണ്ട, ഭക്ഷണത്തിൻ്റെ പ്രൗഢി കാണിക്കേണ്ട ഇടമല്ല, ഇവിടെ ദൈവത്തെ ഉയർത്തുന്ന ഇടമാണ് എന്നാണ് പൗലോസ് പറഞ്ഞതിൻ്റെ യഥാർത്ഥ അർത്ഥം. നമുക്ക് ഇവിടെ ഉള്ളവരെല്ലാം ഉള്ളവരാണ്. ഹല്ലേലൂയ. എന്തുള്ളവർ? ദൈവ സാന്നിധ്യമുള്ളവർ, ദൈവസ്നേഹമുള്ളവർ, ദൈവകൃപയുള്ളവർ. ഇവിടെ ഇല്ലായ്മയുള്ള ആരുമില്ല. ഹല്ലേലൂയ. ഇവിടെയുള്ള നമുക്കെല്ലാം എന്തുണ്ട്? ഉണ്ട്. എന്ത്? ദൈവ സാന്നിധ്യം, ദൈവകൃപ, ദൈവത്തിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ ജ്ഞാനം ഉള്ളവരാണ്. ഹല്ലേലൂയ. നമുക്ക്